ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷം? അപ്പോൾ ഇതാ വൈകുന്നേരത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. നമുക്കിപ്പോൾ വൈകുന്നേരങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പകൽ വേറൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ നോമ്പുകാർക്ക് വേണ്ടിയല്ലേ നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് അടുക്കളയിലോട്ട് പോവുകയാണ് കേട്ടോ. കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് കയറുന്നത്. അപ്പോൾ കുഞ്ഞിപ്പത്തിലാണ് ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ടിന് നല്ല മാറ്റമുണ്ട്. കാരണം നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല തണുത്ത വെള്ളത്തിൻ്റെ കുടിയാണ്. നാരങ്ങ വെള്ളമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയിട്ടൊക്കെയാണ് കുടിക്കുന്നത്. പിന്നെ ചൂടുള്ളത് ഞാൻ സ്വതവേ കുടിക്കാറില്ല. നോമ്പായ പിന്നെ തീരെയും കുടിക്കൂലല്ലോ, നല്ല ചൂടും. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് മാറിയത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇച്ചിരി ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. തണുത്ത വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മാറും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഞാൻ എങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അഭിപ്രായങ്ങളും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ഒക്കെ പറയണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. എങ്ങനത്തെ വീഡിയോ ഇടണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നോമ്പ് കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഓരോ പണികൾ. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരവി വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചിരവും കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ചില പണികളിൽ പെട്ടൊരു പണിയാണ് തേങ്ങ ചിരവൽ. അതുകൊണ്ട് അത് കുറച്ച് അധികം അങ്ങ് ചിരവി വെച്ചാൽ കുറച്ച് കുറച്ചല്ലേ നമുക്ക് വേണ്ടൂ. ചിലപ്പോൾ ഒരു ഉപ്പേരി വെക്കാൻ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അരപ്പുണ്ടാക്കാനൊക്കെ ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് കുറച്ച് മതിയല്ലോ. പിന്നെ അച്ചുവിനെ കൂട്ടത്തിൽ പെടുത്തൂല. അപ്പോൾ തേങ്ങ പകുതി എടുത്തിട്ട് ഇപ്പത്തെ ആവശ്യത്തിന്, അതായത് കുഞ്ഞിപ്പത്തിൽ അരക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിലാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു തേങ്ങ. അങ്ങനെ ചിക്കനൊക്കെ ഇതാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല. റെസിപ്പിയൊക്കെ പിന്നെ എന്താ പറയുക, വേണമെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലൊക്കെ പിന്നീട് ഇടാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അച്ചുവിനെ നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം അച്ചു അവിടെ എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കും കേട്ടോ. അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ടുള്ള സങ്കടകരമായ കരച്ചിലാണ് ഈ കാണുന്നത്. ഉള്ളി ഞാനും ഭയങ്കര ശത്രുക്കളാണ്. ഞാനെന്നല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. ഞാൻ ഏത് കറിക്ക് വേണ്ടി അരിയുമ്പോഴും ഒരു 2-3 മിനിറ്റ് കരഞ്ഞുകൊണ്ടാണ് ഉള്ളി അരിയുക. പിന്നെ ഇതാ നമ്മൾ അതൊക്കെ കയറ്റി ഒന്ന് അടുപ്പിലോട്ട് വെച്ചു. ബാക്കിയുള്ള എനിക്കിങ്ങനെ എന്താ പറയുക, 2 പാത്രമാണെങ്കിലും അതിങ്ങനെ വെറുതെ കഴുകി സമയം കളയും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങയൊക്കെ ഇതാ നമ്മൾ അരക്കാൻ വേണ്ടി എടുത്തു. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അധിക സാധനങ്ങളൊന്നും ഇതിലിടൂല കേട്ടോ. ആ തേങ്ങ അരക്കുന്നതിലൊക്കെ പ്ലെയിനായിട്ട് അരച്ചിടുകയാണ് ചെയ്യുക. അങ്ങനെ എനിക്ക് പിന്നെ കാത്തു നിന്ന് അതിൻ്റെ ബിസിൽ പോയി എന്നിട്ടൊന്നും നോക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താക്കും, വേഗം തന്നെ തണുത്ത വെള്ളത്തിൽ പൈപ്പ് തുറന്നങ്ങ് വെക്കും. എന്നിട്ട് ഒന്ന് ഇതായ ശേഷം അതിൻ്റെ ബാക്കിയുള്ള ആവിയും കൂടെ കളഞ്ഞിട്ട് വേഗം തുറക്കും കേട്ടോ. അതിനനുസരിച്ചാണ് ഞാൻ വിസിലടുപ്പിക്കുക. അല്ലെങ്കിൽ ഒരു വിസിലൊക്കെ അടിച്ചിട്ട് വെച്ചാലൊക്കെ വേവുന്ന സാധനങ്ങളാണെങ്കിൽ ഒരു 2-3 വിസിലൊക്കെ അടുപ്പിച്ച് അങ്ങോട്ട്, അതായത് ഉടയാത്ത സാധനങ്ങൾ കേട്ടോ, പരിപ്പൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ ബാക്കി ഓരോ പണികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, നോമ്പിനൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷീണമാണെങ്കിലും ആ വൈകുന്നേരം നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറുന്ന ആ സമയത്ത് നല്ല ഉഷാറാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പത്തിൽ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ചതാണെങ്കിലും അധികം നേരത്തെ അല്ല കേട്ടോ, കുറച്ച് മുമ്പ്, അതായത് അടുക്കളയിലൊക്കെ കയറുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് വെച്ചത്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ തണുത്ത വെള്ളത്തിലൊക്കെ കൈ മുക്കിയിട്ടൊക്കെ ഞാനങ്ങനെ എടുത്തിടുകയാണ് കേട്ടോ. പിന്നെ ക്ഷമ തീരെ ഇല്ലാത്തതുകൊണ്ട് കറി വറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുഞ്ഞിപ്പത്തിലിട്ട് ഇളക്കി. അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. ആരും ചെയ്യില്ല. എനിക്ക് ഭയങ്കര ക്ഷമയായതുകൊണ്ട് ഞാൻ അങ്ങനെ വേഗം ഇട്ടു. അങ്ങനെ ഇതാ പിന്നെ അത് തൂമിക്കുന്നതൊക്കെ തിരക്കിലാണ്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഒരിച്ചിരി ലൂസായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ചൂടാക്കുന്നതിനനുസരിച്ച് കട്ടിയായിട്ട് വരും. പിന്നെ അങ്ങനെ ആ പരിപാടികൾ അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിന്ന് സിമ്പിളായിട്ട് എന്താക്കാം, ഈ കുഞ്ഞിപ്പത്തിലും പിന്നെ മുട്ട പുഴുങ്ങിയതും
ജ്യൂസും മാത്രം ആക്കിയിട്ട് ഒപ്പിക്കാം. ഒരു ഷമാമ് ജ്യൂസും പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഒപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴല്ലേ ഒരാളുടെ എൻട്രി. എൻ്റെ ഉപ്പച്ചി വിളിച്ചിട്ട് ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ എന്ന് വരുമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഉമ്മച്ചി മുമ്പേ വന്ന് നോമ്പ് തുറന്ന് പോയതുകൊണ്ട് പെട്ടെന്ന് ആൾ വിളിച്ചിട്ട് ഞാൻ ടൗണിലുണ്ട്, നോമ്പ് തുറക്കാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഞ്ഞിപ്പത്തിലുണ്ട്, അത് തന്നെ സമാധാനം. ഞാൻ വല്ല ചോറും പരിപ്പൊക്കെയാണ് വെച്ചെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എനിക്ക് നോമ്പിന് അങ്ങനത്തെ ഒരു ശീലമുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. കുറച്ച് മുട്ട എന്തായാലും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, മുട്ട ബജി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് പക്വട, പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഈത്തപ്പഴം പൊരിച്ചത്, അതും ആക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഈ മുട്ട ബജിക്കും ഈത്തപ്പഴം പൊരിക്കാനൊക്കെ 2 ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ വേഗം ജ്യൂസിലേക്ക് കിടന്നു. അപ്പോഴേക്കും സമയം കുറേ പോയിന് കേട്ടോ. കാരണം ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനു ഇവിടെ ഇല്ല. ഓട്ടം പോകാൻ വേണ്ടിയിട്ട് ഇതിന് ലോഡാക്കാൻ വേണ്ടി പോയതായിരുന്നു ആള്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മാത്രം ആക്കിയാൽ പോരെയെന്ന് പറഞ്ഞാൽ മെല്ലെ ഞാനിങ്ങനെ പണിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ആള് വിളിച്ചത്. അപ്പോൾ പിന്നെ വേഗം ചടപടേ ആക്കിട്ടോ പണിയൊക്കെ. അങ്ങനെ നാരങ്ങ വെള്ളം ഇനി എനിക്ക് എന്തൊക്കെ ജ്യൂസ് ഉണ്ടെങ്കിലും നാരങ്ങ വെള്ളം ഇല്ലാതെ പറ്റില്ല കേട്ടോ. അത് തണുപ്പ് കുറച്ചു. അങ്ങനെ ബാക്കിയുള്ള കടികളൊക്കെ പൊരിച്ചെടുത്തു. ഞാൻ ഈ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സെയിം മാവിലേക്ക് തന്നെ കേട്ടോ ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇഞ്ചിയും ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് പക്കവടയാക്കിയത്. അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനായപ്പോഴേക്കും എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ച് അപ്പോഴേക്കും ഉപ്പച്ചിയും വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാവരും എന്താക്കുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.